Vanakkam. My dear comrades and my dear commies, you heard the Tirunelveli mayor's English, right? It is not like our A.R. Rahim's English. He's a well-educated man and he's speaking like Anarga Nirgalam, you know. At that time, I heard that some of the commies fainted by hearing the mayor's English in the presence of Narendra Modi ji, and they are lurking in the corporation to find a mistake by the BJP or a corruption by the BJP, and they are praying for a dog bite in the corporation. ഒരു പട്ടിയെങ്കിലും ആരെങ്കിലും കടിച്ചെങ്കിൽ അങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരിക്കുന്ന വേദിയിൽ താരമായത് ആരാണ്? മേയർ വി രാജേഷാണ്. അദ്ദേഹം ഇംഗ്ലീഷിലാണ് തൻ്റെ പ്രസംഗം തുടങ്ങിയത്. സഹിക്കണില്ല ഉമാർക്ക്, ചൊറിഞ്ഞിട്ടിരിക്കാൻ പാടില്ല. പോയടാ നിൻ്റെയൊക്കെ കയ്യിൽ നിന്ന് ഭരണം പോയി. ബൈ ദ ഗുണവധികാരം ഓഫ് ദ ആര്യ രാജേന്ദ്രൻ 5 വർഷം കിടന്ന് പൊളച്ചില്ലേ തിരുവനന്തപുരത്ത് കിടന്ന്? എന്തൊക്കെ പുകയിലായിരുന്നു. ആമേഴഞ്ചാന്തോട്ടി കൂടെ ശവം ഒഴുകിപ്പോകുന്നു. മാലിന്യ നിർമ്മാർജ്ജനത്തിനൊന്നുമില്ല. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ചിക്കൻ ബിരിയാണി മേടിച്ചു കൊടുക്കുന്നു. എന്തൊക്കെ ഷോ ആയിരുന്നു. AC കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും പോകാൻ തന്നെ ആര്യ രാജേന്ദ്രനൊക്കെ ഒന്ന് കൊള്ളാം എന്നൊക്കെയാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും തിരുവനന്തപുരത്ത് ഇപ്പോൾ BJPക്കെതിരെ എന്തെങ്കിലും ഒരു സാധനം കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ദീപക് ഒന്ന് ശ്രമിച്ചു നോക്കി. അതായത് ആറ്റുകാൽ അമ്മച്ചിയുടെയും പത്മനാഭസ്വാമിയുടെയൊക്കെ പേരിലും ചെട്ടികുളങ്ങര അമ്മയുടെ പേരിലൊന്നും സത്യപ്രതിജ്ഞ ചെയ്തവർക്ക് ഇവിടെ ഇരിക്കാനുള്ള അവകാശമില്ല. അങ്ങനെ ഇരുന്നാൽ ഐ വിൽ പ്രൊട്ടസ്റ്റ് എന്നാണ് നമ്മുടെ ദീപക് പറഞ്ഞത്. തിരുവനന്തപുരത്തിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ CPM-ൻ്റെ. വിഷമം കാണും, സ്വാഭാവികമായിട്ടും വിഷമം കാണും. എന്തായാലും ആ സമയത്ത് വി രാജേഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. കോടതി ഉത്തരവൊന്നും വന്നില്ലല്ലോ, കോടതി ഉത്തരവ് ഇവിടെ കിട്ടിയിട്ടുമില്ല. അങ്ങനെ കിട്ടിയെങ്കിൽ നമുക്കിത് ആലോചിക്കാം എന്നാണ് വി രാജേഷ് പറഞ്ഞത്. എന്തായാലും ഇന്നത്തെ താരമെന്ന് പറയുന്നത് വി രാജേഷാണ്. വി രാജേഷ് താരമാകുന്നത് കണ്ടിട്ട് കണ്ണുകടി മൂത്ത ചില കമ്മികൾ ഇവിടെ കിടന്ന് കൃമികടി കൊണ്ടതുപോലെ കിടന്ന് പൊളയ്ക്കുന്നുണ്ട്. നിനക്കൊക്കെ എന്തിൻ്റെ കേടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കാൻ തുടങ്ങിയിട്ട് 26 ദിവസമേ ആയുള്ളൂ. 26 ദിവസമായപ്പോഴേക്കും യുവമാർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പട്ടി ശല്യം അവിടെ അതിഭീകരമാണ്, ആമയിഴഞ്ചാന്തോട് വൃത്തിയാക്കില്ല, മറ്റതാണ് മറിച്ചാണ്. 45 കൊല്ലം നീയൊക്കെയാണ് ഇത് ഭരിച്ച് മുടിച്ചത്. 26 ദിവസമല്ലേ അയാൾ BJP കയറിയിട്ട്. അപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു വയ്ക്കുന്നത് എന്താണ്? ഞങ്ങളെക്കൊണ്ട് ഇതിനെക്കൊണ്ടത് സാധിക്കില്ല, 26 ദിവസമായിട്ടുള്ള BJP ഇതൊക്കെ ചെയ്ത് കാണിക്കണമെന്നാണ് യുവമാർ ഇവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും മേയർ വി രാജേഷ് നരേന്ദ്രമോദി വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോയില്ല. നരേന്ദ്രമോദി വി രാജേഷിനെ വെട്ടി എന്നൊക്കെ പറഞ്ഞ് ആശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ് യുവന്മാരെന്ന് പറയുന്നത്. പിന്നെ എനിക്ക് യുവന്മാരോട് പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ മുകുന്ദനുണി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിൻ്റെ ക്ലൈമാക്സിൽ അതിൻ്റെ ഒരു നായികയുണ്ട്, 2 നായികമാരുണ്ട്. അതിൻ്റെ നായിക വന്നിട്ട് നമ്മുടെ മുകുന്ദനുണ്ണിയായിട്ടുള്ള വിനീത് ശ്രീനിവാസൻ്റെ ഭാര്യയോട് പറയും, ഐ ബിലീവ് ഇൻ കർമ്മ എല്ലാവർക്കും ഉണ്ട്, അത് തിരിച്ചടിക്കും, നിൻ്റെ ഭർത്താവ് തകരും. അപ്പോൾ അവരൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്, ഡാഷ് തെറ്റിയിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിച്ചോ എന്ന് മാത്രമേ ഉമ്മാരോടൊക്കെ എനിക്ക് പറയാനായിട്ടുള്ളൂ. പോയി നിൻ്റെയൊക്കെ കയ്യിൽ നിന്ന് ഭരണം പോയി. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയറായിട്ട് വി രാജേഷ് വന്ന ശേഷം ഞാൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചത് വി രാജേഷ് വരുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും BJP ഉണ്ടാക്കാനായിട്ട് പോയി. പക്ഷേ എന്നെ പേഴ്സണലി ഞെട്ടിച്ച് കളഞ്ഞു വി രാജേഷ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പക്വത, ആ ഒരു ചടുലത, ആ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വൈദഗ്ധ്യം. നമ്മുടെ സുരാജ് പറയുന്നത് പോലെ ഒരുങ്ങിയിറങ്ങിയാൽ ആവനാഴിയിലെ മമ്മൂട്ടിയാണെന്ന് എന്നെ കണ്ടാൽ ആരും പറയൂ എന്ന് പറയുന്നത് പോലെയാണ് വി രാജേഷിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. യുവമാർക്ക് കടിച്ചിട്ടിരിക്കാൻ വയ്യ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. 45 വർഷം ഭരിച്ച് ഇപ്പം മേയറായിട്ട് ഒരു BJP-കാരൻ വന്നിരിക്കുകയാണ്. പോരാത്തതിന് എന്തെങ്കിലും ഒരു സാധനം കിട്ടിയെങ്കിൽ, ഒരു കൊച്ചു പട്ടികടി എവിടെയെങ്കിലും നടന്നെങ്കിൽ മേയറിൻ്റെ ഡയസിൽ കൊണ്ട് 10 പട്ടികൾ ഇടായിരുന്നു എന്നാണ് ഉമാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മേയർ ആര്യ രാജേന്ദ്രൻ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള കാര്യമൊക്കെ നമുക്ക് എന്തായാലും അറിയാം. എന്തായാലും തിരുവനന്തപുരത്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോൾ നരേന്ദ്രമോദി ബ്ലൂ പ്രിൻറ്റുമായിട്ടായിരിക്കും വരുന്നത് എന്നാണ് യുവമാരെല്ലാം പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് നടന്നത്. ബ്ലൂ പ്രിൻറ്റുമായിട്ട് നരേന്ദ്രമോദി വരും, തിരുവനന്തപുരത്ത് ബ്ലൂ പ്രിൻറ്റുമായിട്ട് നരേന്ദ്രമോദി വരും. പക്ഷേ നരേന്ദ്രമോദി ബ്ലൂ പ്രിൻറ്റ് കൊണ്ടുവരൂലേ എന്നൊക്കെ തീരുമാനിക്കുന്നത് നരേന്ദ്രമോദിയാണ്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നരേന്ദ്രമോദിയുടെ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തുള്ള ഒരാൾക്ക് മാത്രം അല്ലെങ്കിൽ ഒരു കോർപ്പറേഷന് മാത്രം വികസനം കിട്ടണം എന്നൊന്നും വിചാരിക്കുന്ന ഒരു വ്യക്തിയല്ല നരേന്ദ്രമോദി. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അറിയാം. രാജ്യത്തെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും സിഖിനും എല്ലാവർക്കും വേണ്ടിയാണ് നരേന്ദ്രമോദി പ്രവർത്തിക്കുന്നത്. അത് അയാളുടെ പ്രവർത്തനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. പിന്നെ യുവന്മാർക്ക് വോട്ട് പിടിക്കാനായിട്ട് നരേന്ദ്രമോദി രാവിലെ എണീക്കുമ്പോൾ ഒരു മുസ്ലിമിനെ ചുട്ട് തിന്നിട്ടാണ് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഉത്തരേന്ത്യയിലുള്ള സകല മുസ്ലിങ്ങളും BJP-ക്കാണ് ഇവിടെ വോട്ട് ചെയ്ത് മറിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തിന് പറയുന്നു? ഇപ്പോൾ മഹാരാഷ്ട്രയിൽ BMC ഇലക്ഷൻ നടന്ന് അവിടെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ പോലും BJP അല്ലെങ്കിൽ NDA ആണ് അവിടെ വിജയിച്ച് വന്നിരിക്കുന്നത്. OIC എന്ന് പറഞ്ഞ ഒരുത്തുണ്ടല്ലോ, ലോക വർഗീയവാദി, അവൻ BJP-യുടെ സഖ്യം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പഴയ കാലമൊക്കെ പോയി, ലോകക്രമമൊക്കെ മാറി. ഇപ്പോൾ അമേരിക്കയൊന്നും ലോക പോലീസ് അല്ല. ഇപ്പോൾ അമേരിക്കയൊക്കെ ഒരു റീജിയണൽ ഫോഴ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപിൻ്റെയൊക്കെ കാലം പോയി. യൂറോപ്പുകാരൊക്കെ പറയണ പോടാ പൈത്യക്കാര എന്നാണ് ട്രംപിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇന്നലെ ജർമ്മൻ ചാൻസലർ
ഫ്രെഡറിക് മേഴ്സ് ട്രംപിനെ ഇരുത്തിക്കൊണ്ട് ഒരു കാര്യം പറഞ്ഞു. അതായത് റീജിയണൽ പവറായി മാറിയില്ലേ കളട്ട് കിളവ, അവിടെ എവിടെയെങ്കിലും ഇരുന്നൂടെ? ഇനി കരാറുകളുടെ മാതാവായിട്ടുള്ള ഇന്ത്യയുമായിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്? കരാർ ഒപ്പുവയ്ക്കാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഏഷ്യയിലേക്ക് വരുമ്പോൾ അമേരിക്കയൊന്നും ഒരു ചുക്കുമല്ല. അമേരിക്കയ്ക്ക് പകരം ഏഷ്യയിൽ ഇന്ത്യയുണ്ട്, റഷ്യയുണ്ട്, ചൈനയുണ്ട്. അങ്ങനെ പല പല ഫോഴ്സുകൾ ഇപ്പോൾ ഉയർന്നു വരികയാണ്. അതിൽ തന്നെ ഏറ്റവും വലിയ ഡെവലപ്പിംഗ് നേഷനായിട്ട് ഉയർന്നു വരുന്നത് നമ്മുടെ രാജ്യമാണ്. അപ്പോൾ അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോൾ തിരുവനന്തപുരത്തിന് മാത്രം എന്തെങ്കിലും തന്നിട്ട് പോയി കഴിഞ്ഞാൽ യുവമാര് പറയും, കണ്ട തിരുവനന്തപുരത്ത് ഹിന്ദുക്കൾ കൂടുതലായതുകൊണ്ടാണ് മോദി തിരുവനന്തപുരത്തിന് കൊണ്ടുവന്ന് തന്നതെന്ന്. ഇനി നരേന്ദ്രമോദി വന്നിട്ട് ഒന്നും പ്രഖ്യാപിക്കാതെ പോയി കഴിഞ്ഞാൽ യുവമാര് പറയും, അയ്യോ ഒന്നും പ്രഖ്യാപിച്ചില്ല, ഞങ്ങൾക്ക് ഒന്നും തല്ലിനെന്ന് പറയും. വല്ലതും പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ യുവമാര് പറയും 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു ഒരു 12,000 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ. ആ 12,000 കോടി രൂപ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് സെറ്റ് ആവൂ, അല്ലാതെ ഇവിടെ വന്ന് ചുമ്മാ വായ്ത്താളം അടിച്ച് പോലെ നിന്ന് യുവമാര് പറയും. ഇനി 12,000 കോടി കൊടുത്ത യുവമാര് പറയും വയനാട്ടിനൊന്നും കിട്ടിയില്ല. അയ്യോ വയനാട്ടിനൊന്നും നമുക്ക് തന്നില്ലേ? സത്യം പറഞ്ഞാൽ ഈ വയനാട്ടിന് കൊടുക്കാത്തതൊന്നുമല്ല. ഈ വയനാട്ടിൻ്റെ കേസ് എടുത്ത് പറയുകയാണെങ്കിൽ വയനാട്ടിൽ അവിടെ റോഡ് പോയി, വീട് പോയി, തോട് പോയി എന്നൊക്കെ പറയുമ്പോൾ കേന്ദ്രം കൃത്യമായിട്ട് പറയാം റോഡ് പോയാൽ. നമ്മുടെ നിതിൻ ഗഡ്കരിയാണ് ഇതിൻ്റെ ഭരണം എന്ന് പറയുന്നത്. കംപ്ലീറ്റ് റിപ്പോർട്ടിങ് ഇതാ, റോഡൊക്കെ നമ്മൾ പണിത് തരാമെന്ന് പറയും. നമുക്കത് പറ്റില്ല. നമുക്ക് പൈസ വേണം. പൈസ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതുവഴി ഇങ്ങനെ പുളിശ്ശേരി അടിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് പൈസ വേണം. പൈസ ഇല്ലാതെ നമുക്കൊന്നും നടക്കൂല ജി എന്നാണ് അവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്ന് തല ചൊറിഞ്ഞ് ജി എന്ന് വിളിക്കുകയും ചെയ്യും. ഇവിടെ വന്നിട്ട് മോദിജി ഒന്നും തന്നില്ല എന്ന് പറയുകയും ചെയ്യും. ആദ്യം നിങ്ങളൊക്കെ കുറേ വാഗ്ദാനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ DYFI ആയിരുന്നാലും യൂത്ത് കോൺഗ്രസ് ആയിരുന്നാലും അത് കെട്ടാം ഇത് കെട്ടാം മറ്റത് സുനത്തി തരാമെന്നൊക്കെ ആദ്യം അവർക്ക് കൂടാതെ എന്തിനു പറയുന്നു? അവിടെയുള്ള ജനങ്ങൾക്ക് ദൈനംദിനമായിട്ടുള്ള ജീവിതത്തിനുള്ള വാടക ചെലവ് പോലും കൊടുക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് നേരത്തെയൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ആ സുരേഷ് ഗോപി എങ്ങാനും അതുവഴി പോയിട്ട് ഒരു കുടുംബത്തിൻ്റെ വാടക കൊടുത്തെങ്കിൽ ഇവിടെയുള്ള DYFIക്കാരന്മാർ യൂത്തുകാരന്മാർ എല്ലാം കൂടെ ചാടിപ്പോയിട്ട് എല്ലാവരെയും വാടക കൊടുത്ത് തീർത്തേനെ. സത്യമായിട്ടും മനം നൊന്ത് പറയേനും. അപ്പോൾ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടായി തന്നെ. എന്തായാലും തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി വന്നപ്പോൾ വി രാജേഷ് നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നില്ല. ഇവിടെ മോദിയെ സ്വീകരിക്കാൻ ഇങ്ങോട്ട് വന്നില്ല. എങ്ങോട്ട് വന്നില്ല? നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ നിങ്ങളുടെ ഭാഗ്യമാണ്. കാരണം നിങ്ങളുടെ കുണുവാവയായിട്ടുള്ള മേയറൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ഭാഗ്യം തിരുവനന്തപുരത്ത് BJPയുടെ മേയറിന് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു വെച്ചത്. ഇങ്ങേരെങ്ങാനും സ്വീകരിക്കാനായിട്ട് ഇന്ന് അവിടെ വന്ന് നിന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ആര്യ രാജേന്ദ്രൻ്റെ ഫോട്ടോ എടുത്ത് മുകളിലിട്ട് വി രാജേഷിൻ്റെ ഫോട്ടോ എടുത്ത് താഴെയിട്ട് സ്വീകരിക്കുന്ന ഒരു വിഷ്വലും എടുത്ത് താഴെയിട്ട് വീര എന്നുള്ള പാട്ട് കൂട്ടി ഇവിടെയുള്ള BJPക്കാർ അങ്ങോളം ഇങ്ങോളം പ്രചരിപ്പിച്ചാൽ ഇതീ പറഞ്ഞ നാണക്കേട് വല്ലതും ഉണ്ടാകും. അതുകൊണ്ട് മക്കൾ ആശ്വസിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ആശ്വസിക്കുക. അതൊരു നല്ല കാര്യമായിപ്പോയി. വി രാജേഷിന് എത്താൻ പറ്റാത്തത്. വി രാജേഷിന് മോദിയുടെ കൂടെ വേദി പങ്കിടണമായിരുന്നു. അതുകൊണ്ടാണ് വി രാജേഷ് വരാത്തത്. അതുകൊണ്ട് വി രാജേഷ് വന്നില്ല. അതിനിപ്പോൾ നിങ്ങൾക്ക് വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. വി രാജേഷിനെ നരേന്ദ്രമോദി കണ്ട ഉടനെ വി രാജേഷിനെ കെട്ടിപ്പിടിച്ച് വി രാജേഷിന് ഉമ്മ വയ്ക്കുകയാണ് ചെയ്തത്. പോരാത്തതിന് ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ആശാനാഥ് നരേന്ദ്രമോദിയുടെ കാലിൽ വന്ന് വീണപ്പോൾ വേണ്ട മോളെ എന്ന് നരേന്ദ്രമോദി പറഞ്ഞു. നരേന്ദ്രമോദി അവരുടെ കാലിൽ തൊട്ട് വന്നിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ കൂടെ അവിടെ പിണറായി വിജയൻ കയറിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. കൊള്ളാം, നന്നായിട്ടുണ്ടായിരുന്നു. അതായത് ഇത്രയും BJPക്കാരുടെ ഇടയിൽ അഴിവി പുഴുത്തിങ്ങനെ ഇരിക്കുന്ന പോലെയാണ് എനിക്കത് ബേസിക്കലി കണ്ടപ്പോൾ തോന്നിയത്. അവരുടെ ഇടയിൽ ഇങ്ങനെ പിണറായി അടിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മുടെ രാജേഷ് വന്നപ്പം SPG തടഞ്ഞെന്നാണ് കേട്ടത്. SPG തടഞ്ഞപ്പം അവിടെ നിന്ന് അഴിവിയിട്ട് SPG ചോദിച്ചു ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ രാജേഷ് പറഞ്ഞു ഞാൻ മന്ത്രി ഇവിടുത്തെ മന്ത്രി, സ്വന്തം മന്ത്രി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മന്ത്രിയാണെന്നതിന് തെളിവ് വേണം, ആധാർ കാർഡെങ്കിലും കാണിക്കുമോ? ഇല്ല ഞാൻ കാണിക്കില്ല, അതെനിക്ക് വലിയ കുറച്ചിലായി പോകുമെന്നാണ് പറഞ്ഞത്. അവസാനം മന്ത്രി എന്നോട് കയറ്റി വിടുമെന്ന് പറഞ്ഞ് രാജേഷിനെ അകത്തോട്ട് കയറ്റി വിടുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. നരേന്ദ്രമോദി വന്നതിന് പിന്നെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരു ഓളം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് നല്ല നല്ല കണ്ടന്റ് തരിക എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം മോദിജി ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. അതാണ് നരേന്ദ്രമോദിജിയുടെ സ്റ്റൈൽ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, കൃത്യമായിട്ട് ചെയ്തിരിക്കും. അതായത് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് താരിഫ് അടിച്ച് തന്നപ്പോൾ യവന്മാരൊക്കെ ഗുണഗുണ കുറേ കാര്യം പറഞ്ഞിട്ട് മോദി ഒന്നും പറയുന്നില്ല, മോദി പ്രതികരിക്കുന്നില്ല. പ്രതികരിക്കില്ല, അങ്ങനെ ചെയ്ത് കാണിക്കത്തേ ഉള്ളൂ. അടി കിട്ടുമ്പോഴേ അറിയാൻ പറ്റൂ അയ്യോ ഇമ്മാതിരി അടിയാണല്ലോ കിട്ടിയെന്ന്. മർമ്മത്ത് തന്നെ അടിക്കും. ഇപ്പോൾ കണ്ടില്ലേ, പയർ വർഗ്ഗങ്ങൾക്ക് 30% താരിഫ് നമ്മൾ അങ്ങോട്ട് അടിച്ചു കൊടുത്തു. അവിടെയുള്ള 2 സെൻറ്റർമാർ ഇവിടെ ഡൊണാൾഡ് ട്രംപിന് കത്തെഴുതിയിരിക്കുകയാണ്. ഒന്ന് പോയി പറയണം, ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് കത്തെഴുതിയിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെയുള്ള കേട്ട് വാണാലികൾ പോലും പറഞ്ഞത്, സുഡാപ്പികളും കമ്മികളും കൊങ്ങികളും വരെ അറിഞ്ഞത് ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു അല്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നവരിങ്ങനെ ആലോചിച്ച് തുടങ്ങി. അതായത് അദ്ദേഹം പറയില്ല, ചെയ്യും. തലൈവർ രജനീകാന്ത് പറയുന്നത് പോലെ സൊൽറതാ സീവ സേർത് മട്ടുണ്ടാ സൊൽവ എന്നുള്ള ലൈനാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത്. പിന്നെ ഇവന്മാർക്ക് വലിയ വിഷമമെന്ന് പറഞ്ഞാലും IPS ശ്രീലേഖയെ പിടിച്ചെന്താക്കിയില്ല, മേയറാക്കിയില്ല എന്നുള്ളതാണ് ഇവന്മാർക്ക് വലിയ വിഷയം എന്ന് പറയുന്നത്. ശരിയാണ്, ശ്രീലേഖയെ മേയറാക്കിയില്ല. അതിന്
അല്ല അതിന് നിങ്ങൾക്കെന്താണ് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ശ്രീലേഖ മേയറാക്കി ഇനി ശ്രീലേഖയുടെ പറയാൻ നടന്ന് ചൊറിഞ്ഞ് അവർ പോടാ പുല്ലേന്ന് വിളിക്കും, അയ്യോ മേയർ ഇങ്ങനെ പോടാം എന്നൊക്കെ പറയണമായിരിക്കും. ഇപ്പോഴത്തെ നമ്മുടെ മേയറുടെ വി രാജേഷിൻ്റെ ഒരു സ്റ്റൈൽ കണ്ടല്ലോ. ആരെങ്കിലും വന്ന് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വി രാജേഷ് ഒന്ന് ചിരിക്കും, എന്നിട്ട് തോളിൽ 2 തട്ട് തട്ടും, എന്നിട്ട് ആ മാധ്യമപ്രവർത്തകൻ്റെ പേര് വിളിക്കും, എന്നിട്ട് പറയും പഠിച്ചിട്ട് പറയാം. അടുത്ത ചോദിക്കുമ്പം മേയർ വി രാജേഷ് പറയും നല്ല ചോദ്യം, അടുത്ത ചോദ്യം എന്ന് പറയും. ഇതാണ് രാഷ്ട്രീയ പക്വത എന്ന് പറയുന്നത്. ഈ കിഴങ്ങന്മാരെ ഇങ്ങനെ മാത്രമേ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വി രാജേഷിന് കൃത്യമായിട്ടറിയാം. 26 ദിവസമായി. ഈ 26 ദിവസത്തിനിടയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വി രാജേഷ് കൊണ്ടുവന്നത്. ഇൻഷുറൻസ് കൊണ്ടുവന്നു, പട്ടികളെ പിടിക്കാൻ തുടങ്ങി, പിന്നെ പോരാത്തതിന് അവിടെയുള്ള തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ചിത്രം ഗാന്ധിജിയുടെ കൂടെ തന്നെ എടുത്ത് തിരിച്ചു വെച്ചു. അതിൻ്റെ ചരിത്രമൊക്കെ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, വേണമെന്നുള്ളതുമാതിരി പോയി കണ്ടോ. ഇനി വി രാജേഷ് ഓരോ കാര്യങ്ങളും, അതായത് തിരുവനന്തപുരത്തെ ആ ബസ്, ഇലക്ട്രിക് ബസ്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി. 26 ദിവസങ്ങൾ അതിനിടയിലാണ് ഇത്രയും കാര്യങ്ങൾ വി രാജേഷ് ചെയ്യുന്നത്. പോരാതെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ഇനി ആരെയും പേടിക്കാതെ ജോലി എടുക്കാമെന്നാണ് പറയുന്നത്. അതായത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങി ഇവിടെ കമ്മി കുട്ടന്മാരൊക്കെ വന്നിട്ട് നിൻ്റെ വീടിന് തീയിട്ടുകളെയും നിന്നെ മറ്റേ വലിച്ച് മൂക്കി കെറ്റികളെയും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും പേടിക്കേണ്ട. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞാൽ മതി, നിങ്ങളെ പേര് പോലും വരില്ല, ഇവനെ അടിച്ചൊതുക്കി ചാക്കി കെട്ടി തരാമെന്നാണ് വി രാജേഷ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു നല്ലൊരു തുടക്കത്തിലൊരു നല്ലൊരു സെറ്റപ്പ് കാണുന്നുണ്ട്. പിന്നെ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് മോദിജി വന്നപ്പം. 10-11 വർഷത്തെ പ്രോഗ്രസ് കാർഡുമായിട്ട് ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ 2015 മുതൽ 2019 വരെയുള്ള ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോയിൽ 90% ഫണ്ട് ഉപയോഗിച്ചത് പരസ്യത്തിനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൊത്തം 10 വർഷത്തെ 10 വർഷത്തെ എടുക്കുമ്പോൾ ഈ 90% ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ നീയൊക്കെ ഉപയോഗിച്ചെന്ന് പറഞ്ഞ ഫണ്ട് 2%. അതായത് ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോയിലെ മൊത്തത്തിൽ 2% ഫണ്ടാണ് ഉപയോഗിച്ചത്. 2%. അത് തന്നെ നീയൊക്കെ പറഞ്ഞ ഈ മൈദാമാവ് ഒട്ടിച്ച് പോസ്റ്റർ അടിക്കുന്ന ഫണ്ടല്ല, അതല്ല സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ്, പല പോഡ്കാസ്റ്റുകൾ, എന്താണ് നിന്നെ പോലുള്ള ഊളകൾക്ക് വേണ്ടിയിട്ടുള്ള, അതായത് ബേട്ടി പച്ചാവോ ബേട്ടി പടാവോ, അതെന്താണ് സ്ത്രീകളെ എന്തിനാണ് വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് എന്ന് ചോദിക്കുന്ന കമ്മിക്കുട്ടന്മാരാണല്ലോ ഇവിടെ ഉള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നരേന്ദ്രമോദി 21 വയസ്സാക്കണം സ്ത്രീകൾക്കുള്ള വിവാഹപ്രായം എന്ന് പറഞ്ഞപ്പോൾ ഇവന്മാർ ഇവിടെയുള്ള ലീഗിൻ്റെ അവന്മാരെയൊക്കെ കൂടെ ചെന്ന് 21 വേണ്ട 18 മതി, 16 ആക്കി അതിന് സൗകര്യം എന്ന് പറഞ്ഞ ടീമുകളാണ്. ആ യവന്മാരാണ് നവോത്ഥാനം അതിലൊക്കെ കെട്ടാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ സ്വച്ഛ് ഭാരത് കൊള്ളത്തില്ല, വെരി ബാഡ്. ഇപ്പോഴും ഉത്തരേന്ത്യക്കാർ കക്കൂസില്ലാതെ കിടന്ന് വലയുകയാണ് എന്നൊക്കെ പറയുകയാണ്. അതൊക്കെ 11 കൊല്ലത്തിൽ ആവേണ്ട കാര്യങ്ങൾ അതിലും വേഗം, അതായത് 11 കൊല്ലത്തിൽ 10 കക്കൂസ് കെട്ടിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു 100 1000 കക്കൂസ് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനിയും കെട്ടാനുണ്ട്. കാരണം 140 കോടി ജനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. 60 കൊല്ലം ഭരിച്ച കോൺഗ്രസ് എന്ത് ചെയ്തെന്ന് ഇവന്മാർ ചോദിക്കുന്നില്ല. 10 കൊല്ലമായപ്പോൾ നരേന്ദ്രമോദി ഇവന്മാർക്ക് അമ്പിളി അമ്മാവനെ പിടിച്ചു തരണം. 26 ദിവസമായപ്പോൾ മേയർ വി രാജേഷ് ഇവിടെ ട്വിൻ ടവർ അല്ലെങ്കിൽ ബുർജ് ഖലീഫ പണിയണം. ഇതൊക്കെയാണ് ഇവന്മാരുടെ ആവശ്യം എന്ന് പറയുന്നത്. പോടാ പോയി നിൻ്റെ മാമിക്ക് മാവാട്ടറ വേല പാറ എന്ന് മാത്രമേ നിന്നോടൊക്കെ പറയാനുള്ളൂ. പിന്നെ ഞാൻ ഇപ്പോഴും പറയാണ്, തോറ്റു. അക്സെപ്റ്റ് ചെയ്തിട്ട് തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്ക്. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ മറ്റേ മുണ്ടൂരി തലയെ കെട്ടി കോർപ്പറേഷനകത്ത് കിടന്ന് വെള്ളം വെച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കുക പ്ലീസ്. അപ്പോൾ ശരി.